നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നോ കോണ്ടാക്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന ആളുകൾ നിങ്ങൾ തമ്മിൽ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ അതാണ് നോക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യാം. പിന്നെ ഓക്കെ, നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ ഈ ബന്ധത്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്, അതാണ് നമ്മൾ ഭഗവാനോട് ചോദിക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. കുറച്ച് കാർഡുകൾ വന്നിട്ടുണ്ട്, ഇനി ഉണ്ടോന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ കാർഡുകൾ, ഒന്നാമത്തത് ഇതാണ് കറക്റ്റായ സമയം, നിങ്ങൾ ഈ സമയം ഉപയോഗിക്കണം, അത് നല്ല തരത്തിൽ ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് ഹെൽപ്പിംഗ് ഹാൻഡ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു സഹായം ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് നമ്മൾക്ക് പ്രത്യുപകാരം ചെയ്യണമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം നമ്മൾക്ക് പ്രത്യുപകാരം അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം തരുന്നത് ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കരുതെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ എന്ത് പ്രതിസന്ധി വന്നാലും വളരെ സ്ട്രോങ് ആയിട്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി വേണം, അതല്ലാതെ തളർന്ന് പോകരുതെന്ന് പറയുന്നുണ്ട്. ഈ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറഞ്ഞ കാർഡേ, ചിലര് സ്നേഹം എന്ന് പറഞ്ഞ വികാരം നമുക്ക് മിക്കവർക്കും അറിയില്ല എന്താണ് സ്നേഹം എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നത് സ്വാർത്ഥതയാണ്. നമ്മൾ അവർക്ക് വേണ്ടത് കാര്യങ്ങളൊക്കെ, ചിലര് പറഞ്ഞു ഞാൻ എത്ര ചുരിദാർ മേടിച്ചു കൊടുത്തു, എത്ര മൊബൈൽ മേടിച്ചു കൊടുത്തു, എത്ര അത് മേടിച്ചു കൊടുത്തു, ഇത്ര ഇത് മേടിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കേൾക്കാറുണ്ട് എപ്പോഴും ചുറ്റും. അപ്പോ അങ്ങനെ കൊടുത്തത് അത് നിസ്വാർത്ഥമായിട്ടല്ല കൊടുത്തത്. ഈ വ്യക്തി എന്തെങ്കിലും എന്റെ സ്വന്തമാകും, അപ്പൊ പിന്നെ ഞാൻ ഈ കൊടുക്കുന്നതൊന്നും വേസ്റ്റ് അല്ല എന്നൊരു ചിന്തയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അവര് നമ്മളെ സ്വന്തമാകാത്തപ്പോ ആ കൊടുത്തതൊക്കെ നഷ്ടമായി പോയല്ലോ എന്നൊരു ചിന്ത നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഹെൽപ്പിംഗ് ഹാൻഡ് പറയുന്നത്. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ അത് നിസ്വാർത്ഥമായിട്ട് കൊടുക്കുക. തിരിച്ചു പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് വലിയ കടമായിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. തേർഡ് പാർട്ടി ബന്ധം കൊണ്ട് നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന നിങ്ങൾ തമ്മിൽ ഒരു റീകൺസിലിയേഷൻ പോസിബിൾ ആണോ അതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സ്വേർഡ്സ് ആണ്. പുതിയൊരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങണം എന്നൊരു മെന്റൽ ക്ലാരിറ്റി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. മെന്റൽ ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടി, എനിക്ക് നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു, ഞാൻ എന്തോ ഇരുട്ടിൽ പെട്ട പോലെയായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു കമ്മ്യൂണിക്കേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വ്യക്തി പറയുന്നത്. ഇപ്പൊ കുറെ കാര്യങ്ങൾ വ്യക്തിക്ക് നേരത്തെ അത്ര ക്ലിയർ ആയിരുന്നില്ല, പക്ഷെ ഇപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലായി എന്നാണ് വ്യക്തി പറയുന്നത്. ഇതാണ് വ്യക്തിയുടെ എനർജി. നേരത്തെ ഒന്നും അറിയില്ലായിരുന്ന ഒരാൾക്ക് ഇപ്പൊ എല്ലാം അറിവായിരിക്കുന്നു, തിരിച്ചറിവായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണ് ഇതില്. എന്താണ് ഇപ്പോ തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ? നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? ഒരു ഫൂൾ കാർഡാണ് വന്നത്. ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു മണ്ടത്തരം കാണിച്ചതാണ്, അറിയാതെ ചെന്ന് കയറിയതാണ്, തിരിഞ്ഞും ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, കയറിയത് വളരെ വളരെ സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് കയറിയത്, എല്ലാം വേണ്ട അബാൻഡൻ ചെയ്ത് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. അതെന്ന് വെച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് എന്തൊക്കെയോ നേടിയെടുത്ത ഒരു ചിന്തയിലാണ് ഞാൻ പോയി ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ കയറിയത്. ഇത് വളരെ സക്സസ്ഫുൾ ആകും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റാൻഡ് എടുത്തതാണ്. കുറെ കാർഡ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ വ്യക്തി
മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. അപ്പം ഈ വ്യക്തി ചെയ്തത് ഇതാണ്. ഒരു പൊട്ടനെ പോലെ അല്ലെങ്കിൽ പൊട്ടിയെ പോലെ ഒരു സിറ്റുവേഷനിലേക്ക് ചെന്ന് കയറി. വ്യക്തിക്ക് ഒന്നും അറിയില്ലായിരുന്നു ആ സിറ്റുവേഷൻ. തേർഡ് പാർട്ടി കാര്യത്തിൽ ഒന്നും അറിയില്ലായിരുന്നു. എല്ലാം ഉപേക്ഷിച്ചു. തേർഡ് പാർട്ടി പറഞ്ഞു എല്ലാവരും ഉപേക്ഷിക്കാൻ. തേർഡ് പാർട്ടി എല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ വ്യക്തി വലിയ എന്ന് വെച്ചാൽ മറ്റുള്ളവർ ഈ വ്യക്തി തേർഡ് പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞു ഇങ്ങനെയാണ് കാര്യങ്ങൾ, ചെന്ന് കയറരുതെന്ന് പറഞ്ഞിട്ടും അവര് പറഞ്ഞതൊന്നും വകവയ്ക്കാതെ അവരെല്ലാം ചീത്ത വിളിച്ചിട്ട് എനിക്ക് തേർഡ് പാർട്ടി എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് തേർഡ് പാർട്ടിയുടെ സ്വഭാവം മാറ്റിയെടുക്കാൻ പറ്റും എന്നൊരു ഉറച്ച വിശ്വാസത്തോടെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് ചെന്ന് കയറിയതാണെന്നാണ് വ്യക്തി പറയുന്നത്. പക്ഷേ തിരിച്ചറിഞ്ഞു തേർഡ് പാർട്ടി, ഇപ്പൊ തിരിച്ചറിയുന്നു തേർഡ് പാർട്ടിയുടെ ആ നിസ്വാർത്ഥമായ സ്നേഹം കള്ളത്തരമായിരുന്നു എന്നൊരു ക്ലാരിറ്റി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. പിന്നെ തേർഡ് പാർട്ടി വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ത്രീ ആയാലും പുരുഷനായാലും, ഒരു സ്ത്രീ ആവാനാണ് ഇവിടെ തേർഡ് പാർട്ടി പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടിയുണ്ട്, നിങ്ങളുടെ കുട്ടിയാണത്, അല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നുണ പറഞ്ഞിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ വലയിൽ ആഴ്ത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ വ്യക്തിക്ക് തിരിച്ചറിവായി ആ കുട്ടി വ്യക്തിയുടെ അല്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം, നിങ്ങളുടെ വ്യക്തി സ്ത്രീയോ പുരുഷനോ എന്തോ ആയിക്കോട്ടെ, ഇവിടെ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത് ഒരു കുഞ്ഞിന്റെ ഇതും പറഞ്ഞിട്ടാണ് തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ട്രാപ്പ് ചെയ്തത്. അപ്പൊ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഒരു കുഞ്ഞ് ഒരു സ്ത്രീയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഉത്തരവാദിത്തമാണ് പുരുഷന്മാർക്ക്. മെജോറിറ്റി പുരുഷന്മാരും അത് വലിയൊരു ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. അവരുടെ കുഞ്ഞ് ഒരു ഗതിയും പരഗതിയില്ലാതെ വളരാൻ പാടില്ല. അത് അവർക്ക് കുറെ പേർക്ക് വളരെ നിർബന്ധമാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി അവിടെ ചെന്ന് കയറിയത്. കാരണം വേറെ വഴിയില്ലായിരുന്നു. അപ്പോ നമുക്ക് വേറൊരു ചോദ്യം വരുന്നത്, അപ്പൊ നിങ്ങൾക്ക് കുട്ടികളില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം വന്നപ്പോൾ നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയുടെ പുറകെ പോയത്? അറിയില്ല. എന്തായാലും ഇപ്പൊ ഈ വ്യക്തി വളരെയധികം ദേഷ്യത്തിലാണ് തേർഡ് പാർട്ടിയോട്. എന്നുവെച്ചാൽ ഇവിടെ അതാണ് കാണിക്കുന്നത്. ഈ വ്യക്തിക്ക് ഒട്ടും ഹാപ്പി അല്ല, വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആണ് ഈ വ്യക്തി. പക്ഷെ തേർഡ് പാർട്ടിയോട് അത് കാണിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അങ്ങനെ. കാരണം തേർഡ് പാർട്ടി നന്നായിട്ട് ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോ കൈവിഷമോ ബ്ലാക്ക് മാജിക്കോ എന്തൊക്കെയോ ചെയ്തിട്ട് വ്യക്തിയെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് തേർഡ് പാർട്ടി. ഇവിടെ ലിയോ ഉണ്ട്, സ്ട്രോങ് ആണ് ലിയോ. അക്വേറിയസ് ഏരീസ് ഉണ്ട്, പിന്നെ ക്യാൻസർ പൈസസ് ഉണ്ട്, ജെമിനായി ഉണ്ട്. ഇത്രയും സോഡിയാക് സൈൻ ആണ് ഇവിടെ വന്നത്. ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇത്രയും കാർഡാണ് വന്നിട്ടുള്ളത്. തേർഡ് പാർട്ടിയോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ്? അപ്പൊ ഇത്രയും കാര്യം നമുക്ക് ക്ലിയർ ആയി. ഇനി തേർഡ് പാർട്ടിയോട് ശരിക്കുമുള്ള ഫീലിങ്സ് എന്താണ്? ഒരു ടവർ മൊമെന്റ് ആണ് തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ്, ഒരു പൊട്ടിത്തെറി. ഇവര് തമ്മില് ചിലപ്പോ ഈ കുട്ടി വ്യക്തിയുടെ അല്ല എന്ന് അറിഞ്ഞപ്പോഴോ, ചിലപ്പോ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ, സ്ത്രീ ആണെങ്കിൽ അവരെ ഗർഭിണിയാക്കാൻ വല്ല നോക്കിയിട്ടുണ്ടാവും. കള്ളത്തരം പറഞ്ഞിട്ട് എനിക്കൊരു കുട്ടി വേണം, ആന ചേനാന്നൊക്കെ ചിലർ പറയുമല്ലോ നമ്മളെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ എന്തോ ഒരു കള്ളത്തരം ചെയ്തു. അത് തിരിച്ചറിഞ്ഞു ഈ വ്യക്തിയുടെ ഉദ്ദേശം ശരിയല്ല എന്നൊരു, ചിലപ്പോ ഇവര് കള്ളത്തരത്തിൽ കൂടെ നിങ്ങളുടെ വ്യക്തിയെ, സ്ത്രീയെ പ്രഗ്നന്റ് ആക്കാൻ നോക്കിയിട്ടുണ്ടാവാം. അത് തിരിച്ചറിഞ്ഞപ്പോ, എന്തോ ഒരു കാര്യം തിരിച്ചറിഞ്ഞു തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തില് കുറെ കാര്യങ്ങൾ ക്ലാരിറ്റി വന്നപ്പോ നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയെ കണ്ടു. ഇവര് തമ്മിൽ നല്ലൊരു അടി ഉണ്ടായിട്ടുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് താമസിച്ചിരുന്ന സ്ഥലത്ത് രണ്ടുപേരും നല്ല ഇടി ഉണ്ടായതുകൊണ്ട് അവിടുന്ന് രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട് ഇപ്പോ തമ്മിൽ ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ രണ്ടുപേരും നേർക്ക് നേരെ നോക്കുന്നില്ല എന്നാണ് വലിയൊരു പൊട്ടിത്തെറി ഇവര് തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇവരോ ആരോടും പറഞ്ഞിട്ടില്ല. കാരണം നാണക്കേട്, നിങ്ങളുടെ വ്യക്തിക്ക് നാണക്കേടാവും. കാരണം എല്ലാവരും തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ വ്യക്തിയോട് വ്യക്തമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അവരെല്ലാം കളിയാക്കി, അവര് പറയുന്നത് ചെവിക്കൊള്ളാതെ നിങ്ങളുടെ വ്യക്തി ചെന്ന് കയറിയതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് സത്യാവസ്ഥ ആരോടും പറയാൻ പറ്റില്ല. തേർഡ് പാർട്ടി ഒട്ടും പറയുകയുമില്ല. മനസ്സിലാവണ്ട? അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. കാരണം അവർക്കും നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് പല ഗുണങ്ങളുള്ളതാണ്. അപ്പൊ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാല്, കുറെ കാര്യം അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ഇറങ്ങി പോകാൻ ഈസി ആവും. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആരോടും നിങ്ങളുടെ വ്യക്തിയും ഇവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറയുന്നില്ല. സ്കോർപിയോ സോഡിയാക് സൈൻ ആണത്. എന്താണ് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? അതാണ് നമ്മൾ നോക്കുന്നത്. എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ്? ഓ, നിങ്ങളോടുള്ള ആയിരുന്നു ശരിയെന്ന് മനസ്സിലായി. ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് മനസ്സിലായി. നിങ്ങളായിരുന്നു നല്ലത്, നിങ്ങളാണ് പെർഫെക്റ്റ്, നിങ്ങളെ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല, വ്യക്തിയെ പറ്റിക്കാനൊന്നും നോക്കിയില്ല. തേർഡ് പാർട്ടിയുടെ സ്വഭാവം ശരിക്കും മനസ്സിലായപ്പോ തേർഡ് പാർട്ടിയെ നിങ്ങളെയും കൂടെ കമ്പയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി. അപ്പോഴാണ് തേർഡ് പാർട്ടിയുടെ ദൂഷ്യഫലങ്ങളും നിങ്ങളുടെ നല്ല ഫലങ്ങളും സൈഡുകളും എല്ലാം വ്യക്തിക്ക് ഇപ്പോഴാണ് ക്ലിയർ ആവുന്നത്. വെർഗോ പൈസസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി എന്താ പറയാ, ഇപ്പോ
നിങ്ങളുമായിട്ട് പ്രശ്നത്തിലേക്ക് പോയത് കൊണ്ടാണ്, നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങൾ പ്രാഗിയിട്ടുണ്ടാവും, ശപിച്ചിട്ടുണ്ടാവും. അപ്പൊ വ്യക്തി പറയുന്ന നിങ്ങളോട് ചെയ്ത തെറ്റുകൾ കാരണമാണ് വ്യക്തിയുടെ ജീവിതം ഇത്രയും വഷളായി പോയത്. ഒരു മനസമാധാനമില്ല, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, തേർഡ് പാർട്ടിയെ കൊണ്ട് വലിയ ശല്യമാണ്. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യണം എന്ന് ഒരു പിടുത്തമില്ലാതെ അവിടെ പെട്ടുകിടക്കുകയാണ് നിങ്ങളുടെ വ്യക്തി. മനസ്സിലായി? നിങ്ങൾ കാരണമാണ്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ കാരണമാണ് ഈ വ്യക്തിയുടെ ജീവിതം ഇത്രയും വഷളായി പോയത് എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ കുളമാണ് വ്യക്തിയുടെ ജീവിതം. അപ്പൊ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ഉള്ള ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നതെന്നാണ് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കുന്നത്. ശരിയായിരിക്കാം. എന്താണ് ഇനി നടക്കാൻ പോകുന്നത്? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തില് ഇനി എന്താണ് സംഭവിക്കുക? ഓൾറെഡി ഇവര് രണ്ട് വഞ്ചീനാണിപ്പോ, ഒരുമിച്ചല്ല. എന്നുവെച്ചാൽ അറ്റ്ലീസ്റ്റ് മാനസികമായിട്ട് രണ്ടുപേരും ഒരുമിച്ചല്ല. എന്നുവെച്ചാ ഇപ്പൊ ഒരു വീട്ടിലാണെങ്കിൽ തന്നെ, മനസ്സിലാവുണ്ടോ? അപ്പോ എന്താണ് ഇനിയുള്ളത്? ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങും. നിങ്ങളിപ്പോ എന്താണ്, നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടോ, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചോ, ഇതൊക്കെയാണ് വ്യക്തിയുടെ ചിന്ത. അപ്പൊ നോക്ക്, വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന തേർഡ് പാർട്ടി. അപ്പൊ തിരിഞ്ഞു നോക്കുകയാണ്, നിങ്ങളുടെ എന്താണ് അവസ്ഥ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, സന്തോഷത്തിലാണോ? അപ്പൊ നിങ്ങളെ കുറിച്ച് ഇപ്പൊ സ്ഥിരമായിട്ട് ഓർക്കുന്നുണ്ട് ഈ വ്യക്തി. നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ പക്ഷെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്, തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യോ? കാരണം നിങ്ങളെ ചതിച്ചിട്ട് പോയതാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടുമായിട്ടായിരിക്കാം ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളുമായിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി ബന്ധം സ്ഥാപിച്ചത്. അപ്പോ ഇനിയിപ്പോ നിങ്ങൾ വിശ്വസിക്കുമോ നിങ്ങളുടെ വ്യക്തിയെ? അതാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ചോദ്യം. ഇനി ഞാൻ തിരിച്ചു വന്നാലും നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ? നമുക്ക് ഒരുമിച്ച് ചേരാൻ പറ്റുമോ എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പൊ ഉള്ളത്. നിങ്ങളുമായിട്ട് സ്വരമയോടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലൊരു സംശയമുണ്ട്, ഇനി വന്നാല് നിങ്ങൾ അംഗീകരിക്കുമോ ഈ ബന്ധം? ഇതാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ചിന്ത. വളരെയധികം നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു പേടിയുണ്ട്. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കയറ്റിയില്ലെങ്കിലോ? മനസ്സിലായോ? അത്രയും നിങ്ങളെ ദ്രോഹിച്ചിട്ടാണ്, അത്രയും നാണം കെടുത്തിയിട്ടാണ് ഈ വ്യക്തി പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു റീഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓൾറൈറ്റ്, അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ, ബൈ ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.